നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മങ്കൂട്ടത്തിൽ തനിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്കും തനിക്ക് നേരെ വരുന്ന ആക്രോശങ്ങൾക്കും ഒക്കെ കൃത്യമായ മറുപടി നൽകി കളത്തിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം തനിക്ക് ഫേസ്ബുക്കിൽ കിട്ടുന്ന ലൈക്കുകളൊക്കെ വ്യാജമാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു. അതായത് അത്തരത്തിൽ വ്യാജം ഒന്നുമില്ല, തനിക്ക് കിട്ടുന്ന തെളിവുകൾ നിരത്തിയായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ. അതായത് CPM-കാർ ഏതൊക്കെയോ ഗ്രൂപ്പുകളിലേക്ക് തൻ്റെ പോസ്റ്റ് പ്രചരിപ്പിച്ചിട്ട് അപ്പോൾ അവരെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ രീതിയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ പറയുന്ന കാര്യത്തിൻ്റെ ആശയത്തിൻ്റെ ഒരു കാമ്പ് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. രമേശ് ചെന്നിത്തലയൊക്കെ ഉപദ്രവിച്ചതുപോലെയാണ് ഇപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള ഗുരുതര വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് കീഴേ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടല്ലോ എന്ന കാര്യം കൂടി രാഹുൽ മങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമോജികൾ ഉണ്ടല്ലോ എന്ന ഒരു കാര്യം കൂടി രാഹുൽ മങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈക്കൊക്കെ വാങ്ങിയത് എവിടെ നിന്നാണ്? വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ പൈസ വെട്ടിച്ചിട്ടുള്ള ആ പണം എടുത്തിട്ടല്ലേ ലൈക്ക് വാങ്ങിയത്? അതോ സാധാരണക്കാരായ മനുഷ്യന്മാരെ PR-ന് വേണ്ടി പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസയോ? എന്തായാലും മറുപടി പറയേണ്ടി വരും. CPM-ന്റെ സൈബർ കൃമികീടങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആർജവമുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എഴുതിയ ഏതെങ്കിലും ഒരു പോസ്റ്റോ ഇതുവരെ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ പെയ്ഡ് PR വർക്ക് നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ച് കാണിക്കുക. അപ്പോൾ ഇനിയും നീ വരില്ലേ ഇതുവഴി എന്ന് പറഞ്ഞാണ് രാഹുൽ മങ്കൂട്ടത്തിൽ തൻ്റെ ആ ഫേസ്ബുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നത്. രാഹുലിൻ്റെ വാക്കുകളിലേക്ക്. അപ്പോഴേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചില്ലായിട്ടിരിക്കുമ്പോഴാണ് CPM-കാർ പുതിയൊരു നുണബോംബുമായിട്ട് വന്നത്. അതുകൂടി നിർവീര്യമാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ CPM-ന്റെ കുറച്ച് സൈബർ കൃമികീടങ്ങൾ അവർ ഫേസ്ബുക്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോസ്, ആ വീഡിയോസിന് കിട്ടിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പും അതുപോലെ ലക്ഷക്കണക്കിന് റിയാക്ഷൻസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വന്ന ലൈക്കുകളാണ്, നമുക്ക് അവിടെയും പിടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻസ്. അവരുടെ ഒരുതരം മോങ്ങലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം അത് മൈൻഡാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ കൃമികീടങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം മലയാളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് വാർത്തയായിട്ട് വന്നു. എല്ലാ ചാനലിലും കാണുമല്ലോ ഈ നുഴഞ്ഞു കയറി ഏതെങ്കിലും ഈ സൈബർ കൃമികീടം അവർ ചെയ്ത പണിയായിരിക്കാം. ബോധ്യപ്പെട്ട ചാനലുകളെല്ലാം വാർത്ത പിൻവലിച്ചു. ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നത് ഒന്ന് കൈരളിയിലും പിന്നെ കൈരളി പ്രോ മാക്സ് ആയ ന്യൂസ് മലയാളത്തിലുമാണ്. കൈരളി വരുന്നതെല്ലാം സത്യമായതുകൊണ്ട് മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ന്യൂസ് മലയാളത്തിൻ്റെ പ്രത്യേകത പറയാം. ഇത്തരത്തിൽ കൃത്രിമമായിട്ട് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി യൂട്യൂബിൽ എന്നതിൻ്റെ പേരിൽ യൂട്യൂബ് 2 ദിവസം ബാൻ ചെയ്ത ചാനലാണ് ഈ മാധ്യമ സ്ഥാപനം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറയാൻ നല്ല യോഗ്യതയുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം മറക്കരുത് നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷത്തെ ദുരിത ജീവിതത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തിയ വീഡിയോ, അതിനകത്താണ് ഈ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ ആളുകൾ വന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കത് നോക്കാം. 1,38,000 റിയാക്ഷൻസ് ലൈക്കായും കെയറായും ഹാർട്ടായും അതുപോലെ ലാഫിംഗ് ഇമോജിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് ലൈക്കിൻ്റെ പാർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ CPM-കാരെ പോലെ ലൈക്ക് ഉണ്ടല്ലേ, ഇവരുടെ നുണ ബോംബിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് പറയുന്നേ ഉള്ളൂ. ലൈക്കിൻ്റെ പാർട്ടിൽ കുഴപ്പമില്ല, അതിൻ്റെ ആ ലവ് റിയാക്ഷൻ്റെ പാർട്ടിൽ കുഴപ്പമില്ല, ലാഫിംഗ് റിയാക്ഷൻ്റെ പാർട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല. CPM-കാരുടെ കുറച്ച് ഫേക്ക് IDs ഉണ്ട്, അത് പോട്ടെ, സാരമില്ല. പക്ഷേ കെയറിലേക്ക് വരുമ്പോൾ മാത്രം ഉണ്ടല്ലോ കുറച്ചധികം കെയറേട്ടന്മാർ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഹൊസ്റൈന, വാലി ഗേബെ, പിന്നെ റുസ്താം സബോ, ഫെലിക്സ് ജീൻ, റാമൻ റേസ്. ആരാ ഇവരൊക്കെ? എനിക്കും അറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ റിയാക്ഷൻസ് എല്ലാം വന്നത്. അപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ തൊട്ട് താഴത്തെ പോസ്റ്റ് നോക്കി. അതിനകത്തെ റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പം ഇവരവിടെ ഇല്ല. അതിന് തൊട്ട് താഴത്തെ പോസ്റ്റ് എടുത്ത് നോക്കി, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റും, അവിടെയും ഈ ചങ്ങാതിമാരില്ല. അതിന് താഴെ CPM-കാർ സ്വർണ്ണം കട്ടതിനെ പറ്റി എഴുതി പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് ഈ ചങ്ങാതിമാരും വന്നില്ല. അതിന് താഴെ വയനാട് ഫണ്ട് കളക്ഷനെ പറ്റി പോസ്റ്റ് ഉണ്ട്, ഇരുണ്ട കാലത്തെ പറ്റി പോസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈസ്റ്റർ ആശംസയുണ്ട്, പിന്നെ വയനാട് ഫണ്ട് കളക്ഷൻ സർക്കാർ അടിച്ചു മാറ്റിയതിനെ പറ്റി പിന്നെയും പോസ്റ്റുകളുണ്ട്, പിന്നെ SDPI CPM ധാരണയെ പറ്റി പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റുകളിലൊന്നും പോട്ടെ, ഏറ്റവും റിയാക്ഷൻസ് ഉണ്ടായ 2,15,000 ആളുകൾ റിയാക്ട് ചെയ്യുകയും ഏതാണ്ട് 42 ലക്ഷം ആളുകൾ കാണുകയും ചെയ്ത പോസ്റ്റ് എടുത്ത് വളരെ വിശദമായിട്ട് നോക്കി. അവിടെ നമ്മുടെ ഈ ചൈനക്കാരും തായ്ലൻഡുകാരും ഒന്നും വന്നില്ല. അവർക്കെന്തേ അങ്ങോട്ടേക്ക് മാത്രം വിസ കിട്ടിയില്ല എന്നാണോ? അപ്പോൾ ഒറ്റ പോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ CPM-കാർ ഏതൊക്കെയോ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിപ്പിച്ചിട്ട് അപ്പോൾ അവർ വളരെ കൃത്രിമമായിട്ട് നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ രീതിയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ പറയുന്ന കാര്യത്തിൻ്റെ ആശയത്തിൻ്റെ ഒരു കാമ്പ് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല ഇവർ ഒരു കാലം മുഴുവൻ സംഘിച്ചാപ്പ കുത്തുകയായിരുന്നു.
ശ്രീ രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും സംഘപരിവാറിനോടൊരു മൃദു സമീപനമെങ്കിലും കാണിച്ചിട്ടുള്ള ഒരാളല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിൻ്റെ സെക്കുലർ ഡൊമൈനാണ്, സ്റ്റേറ്റസ് ആണ്. അതിനെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത വീഡിയോസിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല, നാട്ടുകാരല്ല കണ്ടത്, ചൈനക്കാരും തായ്ലൻഡുകാരുമാണ് കണ്ടതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഈ CPM-ന്റെ PR ചെയ്യുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഈ മുജ്ജന്മത്തെ ശത്രുക്കളാണ് ഇജ്ജന്മത്തിൽ മക്കളാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. പൊളിറ്റിക്കലി അത്ര കറക്റ്റൊന്നുമല്ല, എങ്കിലും ചില മക്കൾ മുജ്ജന്മത്തിലെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് CPM-ന്റെ ഈ പ്രചരണ രീതി. അവനെ ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ ഇനി ആ ചങ്ങാതിയോട് പറയുന്നത് CPM-കാർ എന്തായാലും പ്രചരണം നടത്താൻ കുറച്ച് പൈസ തന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി എല്ലാ പോസ്റ്റിലും ചെയ്താലേ ഇതിന് കുറച്ചും കൂടെ വിശ്വാസം ഉണ്ടാകൂ. ഇത് ഒറ്റ പോസ്റ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വന്നിരുന്നിട്ട് നിങ്ങളുടെ നുണബോംബിനെ വളരെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ കഴിയില്ലേ? ഇനിയും ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്തതാണെങ്കിൽ ഈ പോസ്റ്റുകളുടെയൊക്കെ ഇൻസൈറ്റ് ഞാൻ കാണിക്കാം. അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഇത് നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ മിടുക്കൊന്നുമല്ല, നിങ്ങളുടെ സർക്കാരിൻ്റെ കൊള്ളരുതായ്മയെപ്പറ്റി ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർ കണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അത് പോട്ടെ. ഇനി നിങ്ങളുടെ അവകാശവാദം എന്താണ്? ഈ കെയർ ഇമോജിയിൽ വന്ന ഈ തായ്ലൻഡുകാരും ഈ മലേഷ്യക്കാരും ഈ ചൈനക്കാരും ഒക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇത് വയനാട് ഫണ്ട് വെട്ടിച്ചതാണെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചലഞ്ച് പറയാം. വയനാട് ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനോ യൂത്ത് കോൺഗ്രസോ ഒരുപാടൊന്നും വേണ്ട, ഒരു ചില്ലി കാശ് വക മാറ്റിയെന്ന് തെളിയിച്ചാൽ കടം വാങ്ങിയിട്ടായാലും ഒന്നും നോക്കണ്ട, 1 കോടി രൂപ ഞാൻ അത് തെളിയിക്കുന്നതാക്കി തരും. ഞാൻ കാശ് കൊടുത്തിട്ട് ലൈക്ക് വാങ്ങിയതാണെന്ന് പറയുന്ന CPM-ന്റെ സൈബർ ക്രിമികീടങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മിസ്റ്റർ പിണറായി വിജയൻ, കേരളത്തിൻ്റെ കുറച്ച് ദിവസത്തെ കൊണ്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ കെയർ സെക്ഷനിലേക്ക് ഞാൻ എടുത്തു നോക്കി. നുവാൻ ഹ്വാങ്, മസ്വാ എംബാലി, ക്വാൻ നുഹു, ക്വാച്ച് വാൻ, റഹീം ഖ്വാൻ, ഇവരൊക്കെ നമ്മുടെ പയ്യോളി ഏരിയ കമ്മിറ്റിയിലെ സഹാക്കന്മാരായിരിക്കും. പിന്നുണ്ട് മെഷാക് സമാരോ, റാൻ, നയിം ജി, സെൽസിക്കി, ഇവരൊക്കെ നമ്മുടെ മയ്യിൽ സഹാക്കന്മാരായതുകൊണ്ട് കുഴപ്പമില്ല. ദേ ചൈനക്കാർ, ദേ തായ്ലൻഡുകാർ. മൂപ്പര് പിന്നെ വിശ്വ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ, ലോകമാകെ കമ്മ്യൂണിസം ശോഭിച്ചിടാൻ കാരണഭൂതനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെ ലൈക്ക് വരുന്നതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതൊക്കെ പോട്ടെ. അപ്പോൾ കാശ് കൊടുത്തിട്ടാണ് ഈ ലൈക്ക് വാങ്ങുന്നതെങ്കിൽ പിണറായി വിജയൻ ഈ ലൈക്കൊക്കെ വാങ്ങിയത് എവിടുന്നാണ്? വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ പൈസ വെട്ടിച്ചിട്ടുള്ള പണം, ആ പണം എടുത്തിട്ടല്ലേ ലൈക്ക് വാങ്ങിയത്? അതോ സാധാരണക്കാരായ മനുഷ്യന്മാരെ PR-ന് പേര് പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസയോ? എന്തായാലും മറുപടി പറയേണ്ടി വരും. CPM-ന്റെ സൈബർ ക്രിമികീടങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആർജവമുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എഴുതിയ ഏതെങ്കിലും ഒരു പോസ്റ്റോ ഇതുവരെ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോയോ പെയ്ഡ് PR വർക്ക് നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ച് കാണിക്കുക. അപ്പോൾ ഇനിയും നീ വരില്ലേ ഇതുവഴി കൊറിയയിൽ നിന്നുള്ള ഫേക്ക് ഐഡികളെ മേയിച്ചുകൊണ്ട്?